നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഗോൾഡ് 70 രൂപ കയറിയിരിക്കുന്നു. 13,670 രൂപയാണെന്ന്. 24 കാരറ്റ് ഗോൾഡ് 14,930 റുപ്പീസാണ്. സിൽവർ 260 നോ ചേഞ്ച് എന്ന് പറയുന്നു. അത് ഇനിയും കുറവായിട്ട് വാങ്ങാൻ കഴിയും. 2,34,000 രൂപയാണ് 1 കിലോ. ഈ റേഞ്ചിൽ കിട്ടും. ഓവറാളായിട്ട് എല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂ ആകും. ഇത് കാരണം ഇറങ്ങി കയറും. ഇതിലിരുന്ന് ഇറങ്ങാനും ചാൻസസ് ഒരുപാടുണ്ട്. ഡെഫിനറ്റായിട്ട് ഒരുപാട് വിളും എന്ന് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞ ഫ്ലോറൊക്കെ നിങ്ങൾ മറക്കണ്ട. 12,500 ആദ്യത്തെ ഫ്ലോറ്, ഇതിൻ്റെ താഴെ 11,000 ഒരു ഫ്ലോറ്. അതേസമയം രൂപ വന്നിട്ട് അതിപാതാളത്തിന് പോകും. രാവിലെ 94 രൂപ 11 പൈസയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ആണ്. എന്തെന്ന് വെച്ചാൽ രാമനവമി. ഇപ്പം ഒരു ഡോളറിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. തീർച്ചയായും നടക്കും എന്ന ഒരു സ്ഥിതിക്ക് ഇപ്പം വന്നിരിക്കുന്നു. ഇപ്പം ഞാൻ അടുത്ത ഒരു ചാർട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഇതിൽ വേരിയസ് ഗോൾഡ് ETF ഉണ്ട്. ഇതിൽ പല റേറ്റും ഉണ്ട്. ഇതെന്ന് വെച്ചാൽ അവർക്ക് ട്രാക്കിംഗ് കുറച്ച് ചേഞ്ച് ആയിട്ടിരിക്കും. 1, 3, 7, 5, 10, 15. നിങ്ങൾ 20, 25 ഇട്ടാൽ കൂടെ ഇതിനെ വെച്ച് ഗോൾഡ് വന്നിട്ട് നിഫ്റ്റിക്ക് ഒരു വലിയ ഒരു അടി കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഗോൾഡ് പറയണത് ഒരു നല്ല ഇൻഷുറൻസ്, നല്ല അസറ്റ്. ഇതിനെ വളരെ സൂക്ഷിക്കണം. ഇതൊരു നല്ല ഒരു സമയത്തിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ്. ഇതിനെ എത്രയും സൂക്ഷിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇന്ന് എന്ത് കണ്ടന്റ് എന്ന് നോക്ക്. അമേരിക്ക എന്നെ വീട് ഞാൻ 15 പോയിന്റ് തരാം. 15 പോയിന്റിനെ കുറിച്ച് ഞാൻ മക്കൾ പേജിൽ സംസാരിച്ചിരിക്കുന്നു. ആ ലിങ്ക് ഞാൻ ഇടാൻ പറയാം. ഈ 15 പോയിന്റിന് എങ്ങനെയെങ്കിലും സമ്മതിക്ക്. പാകിസ്ഥാൻകാരൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നു. ഇവൻ എന്ത് പറയുന്നു എന്നാൽ ആരോ ഒരാൾ എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്നു. ഇതിനെ ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കണ്ടായിരുന്നു. ഇതുവരയ്ക്കും ആരും ഞങ്ങളുടെ അടുത്ത് വന്നില്ല. ഇതുപോലത്തെ ജോലിയോടെ ഞങ്ങൾ നോക്കാറില്ല. നിങ്ങൾ വന്ന് ആദ്യം എത്രയാണ് കോമ്പൻസേഷൻ തരാൻ പോകുന്നു എന്ന് അതിനെക്കുറിച്ച് ആണ് പറയുന്നത്. കാരണം ഹോമൂസിൽ ഞങ്ങളെ സുഹൃത്തുക്കൾ മറ്റും വിടും, ഇങ്കയെ അപ്പപ്പ വിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെപ്പോഴും അമേരിക്കയുടെ അടുത്ത് വിസ വാങ്ങേണ്ടതിനെ ചെയ്യും നമ്മളെ തലവർ. ഇറാനിലിരുന്ന് കുറച്ച് LPG വാങ്ങിയിരിക്കുന്നു. പക്ഷെ ആ LPG നമുക്ക് തികയത്തില്ല. അല്ല, കൊല്ലങ്ങൾ കഴിഞ്ഞ് നമ്മൾ LPGനെ ഇറാൻ്റെ അടുത്തിരുന്ന് വാങ്ങിയിരിക്കുന്നു. ഇതിന് നമ്മൾ മുമ്പേ സർദാജി വാങ്ങുന്നത് പോലെ വാങ്ങി യൂക്കോ ബാങ്കിൽ രൂപയിൽ കാശിന് കൊടുത്തിരിക്കുന്നു. പക്ഷെ നമ്മൾ കൂജാത്തുക്കുന്നതിൽ ബിസിയായിരുന്ന കാരണം ഇതിന് നമ്മൾ ചെയ്യാൻ വിട്ടുപോയി. റഷ്യയിൽ കച്ച എണ്ണ ഇല്ല. യുക്രൈൻ അവരെ റിഫൈനറിയെ നോക്കി ഗുണ്ടിട്ടു. ഓയിൽ $100 മുകളിൽ ചെന്നതിന് യുക്രൈനും ഒരു റീസണാണ്. കുറച്ച് ഗ്രൗണ്ടും ക്ലീൻ ചെയ്തിരിക്കുന്നു. വാർ അവിടെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നു. വാർ പോയിക്കൊണ്ടാണ് ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന വാറിൽ ആ വാറിനെ കുറിച്ച് നമ്മൾ മറന്നു. റഷ്യൻ ഓയിൽ എക്സ്പോർട്ടിൽ വന്നിട്ട് 40% ഡ്രോപ്പാണ്. റഷ്യയിലും ആയിരം എന്ന കാരണത്താൽ കുറച്ച് ടൈറ്റ് ചെയ്താൽ കൂടെ, ഇറാൻ ടൈറ്റ് ചെയ്താൽ കൂടെ ഇവിടെ റേറ്റ് കയറും. ഇത് കാരണം ഭയങ്കര പ്രഷറിലാണ് ഇരിക്കുന്നു. നിഫ്റ്റി നെഗറ്റീവായിരിക്കുന്നു. നിഫ്റ്റി ഓപ്പണായിട്ടുണ്ടെങ്കിൽ ഡമാൽ എന്ന് വിളുന്നിരിക്കും. പക്ഷേ ഇന്ന് സേഫായിട്ട് ലീവ് വിട്ടു. ആമർ നമ്മളെ രക്ഷിച്ചു. എൻ്റെ ബർത്ത്ഡേ നമ്മളെ രക്ഷപ്പെടുത്തി ഇന്ന്. കാരണം 2 ദിവസം കൊണ്ടിരുന്ന റാലി പ്രൊട്ടക്റ്റ് ആയിരിക്കുന്നു. പല ദിവസത്തിൻ്റെ കള്ളൻ ഒരു ദിവസം അകപ്പെടും എന്നതുപോലെ മാർക്കറ്റും വീഴും. എന്തുകൊണ്ട് വീഴുമെന്നാൽ ഈ മാസത്തിൻ്റെ റിസൾട്ട് ഒന്നും ശരിയായിരിക്കില്ല. സോ പറയാനില്ല. അല്ലാതെ 2,000 രൂപയ്ക്കുള്ള സിലിണ്ടറിന് 7,000 രൂപ കൊടുത്താണ് വാങ്ങുന്നത് ഈ കൂലി തൊഴിലാളിമാർ. ഡിമാൻഡൊക്കെ നമ്മുടെ എക്കോണമിയെ അഫക്റ്റ് ചെയ്യും. ഇത് രൂപ വന്നിട്ട് 94 ചെന്നിരിക്കുന്നു. RBI തലകീഴിൽ നിന്നാലും ഒന്നും രക്ഷിക്കാൻ പറ്റൂല. നമ്മൾ വാങ്ങുന്ന കച്ച എണ്ണയുടെ വിലയിൽ നോട്ട് ഓൺലി ഡോളർ കയറിയിരിക്കുന്നു, കൊടുത്ത് വാങ്ങേണ്ട കാശും കയറിയിരിക്കുന്നു. ഗോൾഡ് താഴെ വീഴുന്ന സമയം ഇത് ആഹത് പാണ്ഡവൻ പോലെ ഇതും താഴെ വീഴുന്നിരിക്കുന്നു. ഇത് നമുക്കൊരു നല്ലതല്ല. 3 ദിവസം കയറിയത് എന്തെന്ന് വെച്ചാൽ എങ്ങനെയോ ഡ്രാമ്പിലിരുന്ന് കുതിച്ച് എസ്കേപ്പായി ഓടിപ്പോകുമെന്ന് വിചാരിച്ചു. ഒക്കെ പറ്റൂല, ആട്ടത്തിന് വാ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നു ഇറാന്. ഒരു പോയിന്റും ഇല്ല, കുപ്പയാണ് പോയിന്റ്. നീ എന്തോ ജയിച്ചെന്ന് പറയാൻ പറ്റില്ല. എത്ര എമൗണ്ടാണ് ഇവിടെ വെഡിങ്സ് ചെയ്യുന്നു ചെയ്തെത്തിട്ടിന് ഒന്ന് എന്താണ് പറയുന്നത്. മൊത്തത്തിൽ മിസൈൽ 2 പേരിനെ വിട്ട് അബുദാബിയിൽ 2 ആൾക്കാർ മരിച്ചതായിട്ടാണുള്ള ന്യൂസ് ഇപ്പോൾ വന്നിരിക്കുന്നു. മാത്രമല്ലാതെ ഇസ്രയേലിലും ഒരു വലിയ മിസൈൽ വിട്ടിരിക്കുന്നു. വാടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ട്രംപും അവരെ മിരട്ടി 4,000 പേരെ കയറ്റിയിരിക്കുന്നു. കാരണം വാർ ഒരാഴ്ച കൂടെ പോകുമെന്ന് നമ്മൾ വിചാരിക്കാം. ഒരു വാരം അത് പോകുവാണെങ്കിൽ നമ്മളെ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ അടിപെടും. എക്സ്പോർട്ട് എവിടെയും ചെന്നില്ല. ചൈന വേറെ ഹൈ ഷിപ്പ് എന്തെങ്കിൽ ഇന്ത്യയിൽ ക്വാളിറ്റി ശരിയില്ല ഇരിയപ്പോ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ എവിടെയും എക്സ്പോർട്ട് ഇല്ലാത്ത കാറ് ചൈന കാർ എന്തെങ്കിലും വാങ്ങുമെന്ന് വിചാരിച്ചാൽ അതും തൂക്കി എറിഞ്ഞിരിക്കുന്നു. പറഞ്ഞതുപോലെ 1 ഇയർ ടേമിൽ 50%,
15 വർഷ ടേമിൽ 13%. ഇന്ന് ഗോൾഡ് ഇപ്പം മുന്നണിയിലാണ് ഇരിക്കുന്നു. ഇക്വിറ്റി കഷ്ടത്തിലാണ് ഇരിക്കുന്നു. എന്ത് ഇക്വിറ്റിയാണ് വാങ്ങണം? നമ്മളെ ഗൂഗിൾ പോലെ അല്ല കറക്റ്റാ വാങ്ങിയാൽ തന്നെ ഗോൾഡിനെ അടിക്കാൻ പറ്റും. ഒക്കെ ഭയങ്കര റിസ്ക്കാണ്. സെർച്ചിങ് ഫോർ എ നീഡിൽ ഇൻ എ ഹെയർ സ്റ്റാക്ക് എന്ന് പറയണ പോലെയാണ് ഇത്. നമ്മൾ സേഫായിട്ട് ഗോൾഡിനെ വാങ്ങുന്നത് ബെറ്ററാണ്. ലോണിൽ കുറച്ച് റിസ്ക് കൂടിയിരിക്കുന്നു. ഒന്നും ഇല്ല. 17% ഈസ് കറപ്ഷൻ ആയെങ്കിൽ ടൈറ്റൻ ആവും. ആക്ഷൻ വരും. ഒരുപാട് ഗോൾഡ് മാർക്കറ്റിൽ വരും. ഇതിൽ സന്തോഷമായിട്ട് റീസൈക്കിൾ ചെയ്യാൻ എക്സ്പോർട്ട് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. റീസൈക്ലിംഗ് നെറ്റ്വർക്ക് അന്ന് തന്നെ ഉരുക്കി തന്നെ ഓപ്ഷനിൽ വാങ്ങി ആ ജുവലിനെ ഉരുക്കി അപ്പ് ചെയ്യാൻ 100% തുറന്നിരിക്കുന്നു. ഫൈനാൻസ് ഗ്രൂപ്പ് വന്നിട്ട് $4.4 ബില്യൺ ശ്രീറാമിൽ ഫൈനാൻസ് സ്റ്റേക്ക് വാങ്ങിയിരിക്കുന്നു. ശ്രീറാമിൽ സ്റ്റേക്ക് വാങ്ങാൻ അപ്രൂവൽ കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് ഗവൺമെൻറ് ഉടനെ അപ്രൂവൽ കൊടുത്തു എന്നാൽ എന്നും കാശ് വലിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മഹാരാഷ്ട്രൻ കാശിനെ ഡോളറിൽ കൊണ്ടുവരുന്നു എന്നാൽ കാർത്തി എടുത്ത് മണിയടിച്ച് വിളിക്കണം അവരെ. ഇല്ല മര്യാദ കൊടുക്കുന്ന പോലെ മര്യാദ കൊടുത്താണ് അവരെ വിളിക്കണം. അതുപോലെ തന്നെ ബെയിങ് ക്യാപിറ്റലും വെളിയിൽ നിന്ന് കാശ് കൊണ്ടുവരുന്നു. ഇദ്ദേഹം കുറച്ച് ക്യാഷായിട്ടു ഡോളർ വന്നു. 4500 കോടി രൂപയ്ക്ക് താക്ക വാങ്ങുന്നു എന്ന് പറയുന്നു. ഈസ്റ്റ് ഒരു $500 മില്യൺ എങ്കിലും അകത്ത് വരും. നമ്മൾ ബംഗ്ര കളിക്കണം. ഈ 2 ഡീലിനെ ചേർത്ത് $10 ബില്യൺ വെളിയിൽ ചെന്നതിൽ $1 ബില്യൺ തിരികെ ചേർത്ത് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. പേ ആണ്. എന്ന് പറയുന്നത് എന്നാൽ മ്യൂച്വൽ ഫണ്ട് ഗിഫ്റ്റ് വൗച്ചറാണ്. ഈ ന്യൂ എൻട്രി റൂട്ട് വന്നിട്ട് റീറ്റെയിൽ ഫോർ ഡിസ്പ്ലേഷൻ എന്ന് പറയുന്നു. ഇംപ്രൂവ് ആകും എന്നും പറയുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെ ബന്ധുക്കളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ എന്നാൽ മ്യൂച്വൽ ഫണ്ടിന് ഗിഫ്റ്റാ കൊടുക്കാം എന്നാണ് അവർ ഐഡിയ പറയുന്നത്. അത് അങ്ങനെയെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യൂ എന്നാണ് പറയുന്നത്. നോ വൺ നോട്ട് റിസ്ക് എന്ന് പറയുന്നു എന്നാൽ റെഡീമിൻ്റെ ബ്രാൻഡ് ലോഞ്ചിന് നിങ്ങൾ അതിനെ തടുക്കണം. ഒസംബിക് മരുന്ന് എന്നിട്ട് വളരെ കോമൺ ആയിരിക്കുന്നു. ഇനി കൺഫ്യൂസ് ആവും ഒക്കെ പറയുന്നു. കോർട്ടിൽ ഇതിനെക്കുറിച്ച് കേസ് പോയിരിക്കുന്നു. ഇൻഫോസിസ് വന്നിട്ട് ഒരു അമേരിക്കൻ ഫേമിന് $560 മില്യൺ കൊടുത്ത് ഇരിക്കുന്നു. കേരള ഇൻഷുറൻസ് സെക്ടറിനും അവർക്ക് നല്ല കാപ്പബിലിറ്റീസ് ഇരിക്കുന്നു. അവരുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ വയ്ക്കും. ഡെവലപ്മെൻറ്റിൽ അപ് ട്രെൻഡ് ആവും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ HCL വന്നിട്ട് സോഫ്റ്റ്വെയർ ഡിവിഷനെ റീസ്ട്രക്ചർ ചെയ്തിരിക്കുന്നു. പേ നിങ്ങളിതിൽ വന്നു, ഇതിൽ എന്ത് പറ്റിയാണ് എന്ന് നോക്കാൻ വന്നിരിക്കുന്നു. ഈ കോൺഫ്ലിക്റ്റിൽ HDFC കോൺഫ്ലിക്റ്റിലാണ്. മോട്ടോർ എന്ന കമ്പനി മോസ്റ്റ് സീറോ എത്തി പുഷ് ചെയ്ത് ലീഡർഷിപ്പിനെ കൺസോളിഡേറ്റ് ചെയ്യണു എന്നത് വളരെ ഇഷ്ടമാണ്. EV സെയിൽസ് ഇല്ലാത്ത കാരണം ലൈറ്റ് അവർ ബാക്ക് ചെയ്യുന്നു. സപ്ലൈ ചെയിൻ എന്ത് പറയുന്നു എന്നാൽ 29 അകത്ത് 20,000 കോടി വ്യാപാരം ചെയ്യുമെന്ന് പറയുന്നു. സാധനം എക്സൈഡ് ഫാക്ടറി എക്സ്പാൻഷന് 50 കോടി രൂപ ചെയ്യാമെന്ന് പറയുന്നു. ഒരളവിന് കാശ് ഒരുപാട് കൂടും. കാരണം ഇത് ഓൾറെഡി ഓവർ കോസ്റ്റ്ലി ആണ്. ഇൻഫ്ലേഷനിൽ ഞങ്ങൾ 4% തന്നെ ടാർഗറ്റാണ് വയ്ക്കുമെന്ന് പറയുന്നു. അസറ്റമോൾ പ്രൊപ്പലിൻ്റെ വില ഒക്കെ കയറുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എക്സെൻഷ്യൽ ട്രക്കിൻ്റെ റോസ്റ്റും കയറും എന്ന് പറയുന്നു. ഒക്കെ ഇന്ത്യൻ സിമെൻറ്റ്സ് വച്ചിരുന്നു. CSK ഷെയർ കിട്ടി. വാങ്ങിയതുപോലെ പോയി. നിർമ്മാണിന് അവൻ്റെ ടീമിനെ നടത്തിയതിന് വർഷത്തിന് 0.75 എന്ന് 4 വർഷത്തിന് 3% വാങ്ങി. മുകളിൽ പോയി അവരെ ബ്ലാക്ക് എഴുതി വച്ചായിരുന്നു. പിള്ളേർക്ക് 460 കോടി രൂപ കിട്ടും എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ആൾക്കാർ 20% വിഴുങ്ങും. അതും അല്ലാതെ 450 90 പോക 309 കോടി രൂപ ആ പിള്ളേർക്ക് സെറ്റിൽമെൻറ്റ്. 3 പിള്ളേരിൽ ആൾക്ക് 120 കോടി വാങ്ങി പാക്കറ്റിൽ വയ്ക്കും. പാൻ IPO മാർക്കറ്റ് കിടപ്പിലായി. അത് ജിയോ പോളിറ്റിക് സിറ്റുവേഷൻ അനുസരിച്ച് അത് റിഫ്ലക്റ്റ് ആകുന്നു. മ്യൂച്വൽ ഫണ്ടിനെ ഇട്ട് എല്ലാം പാങ്ങും ഇതേമെന്ന് പറഞ്ഞ് സിറ്റുവേഷൻ നടന്നാലും നമ്മൾ മ്യൂച്വൽ ഫണ്ടുകാർ തന്നെ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോൾ കടക്കാരനെ വിശ്വസിക്കുന്ന ആടിനെ പോലെ ചെയ്യും. വാറൊക്കെ നടക്കട്ടെ. അന്ന് നിങ്ങൾ ഏപ്രിൽ അല്ലെങ്കിൽ മെയിൽ നമ്മൾ നോക്കാം, നേരിൽ കാണാം എന്നാണ് സംസാരിക്കുന്നത്. ഒരാളെ നോക്കുമ്പോൾ വാർ തീരുന്നില്ല എന്ന് മനസ്സിലായി. ആളെയും ഡെഡ് കാറ്റ് ബൗൺസ് ഇരിക്കുന്ന മാർക്കറ്റ് അടിപ്പെടുന്ന എന്ന് മീഡിയയിൽ ട്രംപ് എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കിക്കൊണ്ടേയിരിക്കാം. പക്ഷെ തന്നെ നമുക്ക് പറയാൻ പറ്റും. വന്നിട്ട് അടുത്ത IDFC മാതിരി 160 കോടി രൂപ വിട്ടിരിക്കുന്നു. ബട്ട് മീഡിയയിൽ PR ബോൾ തന്നെ വച്ചിരിക്കുന്നു. ഒരുപാട് വഴിയിൽ വന്നില്ല. ആളെ HDFC ബാങ്ക് IDFC ബാങ്ക് അടിച്ചതുപോലെ ന്യായമായിട്ട് അവർ 10% അടിക്കണം. ന്യൂസ് വെളിയിൽ വരാതെ കാരണം അങ്ങനെ നടക്കുമോ എന്നൊരു സംശയമുണ്ട്. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.